നമ്മൾ പലപ്പോഴും സമൂഹ വിവാഹം പോലുള്ള കാര്യങ്ങൾ വളരെ ആഘോഷത്തോടെ നടത്താറുണ്ട്. പക്ഷേ ഒരു സമൂഹ സംസ്കാര ചടങ്ങ് എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായിട്ടൊരു കാര്യമാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലൊരു ഇടപെടൽ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംസ്കാര ചടങ്ങിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതി അതെങ്ങനെയാണ്, അതൊന്ന് വിശദീകരിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഇത്രയേറെ ആളുകളെ പങ്കാളിയാക്കിക്കൊണ്ട് ഇത്രയേറെ ശരീരഭാഗങ്ങൾ അടക്കം ചെയ്യേണ്ടി വന്ന ഒരു സംസ്കാര ചടങ്ങും സമീപ ഭൂതകാലത്ത് മാത്രമല്ല മലയാളിയുടെ അറിവിലില്ല. ആദ്യത്തെ ദിവസം ആദ്യ 8 കുഴികളിൽ 8 മൃതശരീരങ്ങൾ, ഇന്നലെ 31 മൃതശരീരങ്ങൾ, 154 ശരീരഭാഗങ്ങൾ, ഇന്ന് വീണ്ടും 22 ശരീരഭാഗങ്ങൾ. ഓരോ ബോഡിയോടൊപ്പവും DNA ടെസ്റ്റ് നടത്തിയതിന്റെ നമ്പർ, അത് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് ഇത് പോകാതിരിക്കാൻ പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി ദ്രവിക്കാത്ത വിധത്തിൽ വീണ്ടും അതിന്റെ ഡെപ്പോസിറ്റ്, അതടക്കം ചെയ്താൽ ആ കുഴികളോടൊപ്പമുള്ള പോസ്റ്റുകളിൽ അതിന്റെ നമ്പർ. ഇതൊരു വലിയ മാതൃകയാണ്. ഇപ്പോൾ DNA ടെസ്റ്റ് ഇതിന്റെ എല്ലാം പൂർത്തിയാക്കി. ഇതിന്റെ ഫലം വരുന്നതിന് മുമ്പ് ഇനി രക്തസാമ്പിളുകൾ കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. ആ രക്തസാമ്പിളുകൾ കിട്ടി അതൊന്ന് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്റെ അച്ഛന്റെ ശരീരം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് കണ്ടാൽ ആ ശരീരം എവിടെയായിരുന്നു എന്ന് വന്ന് ചോദിച്ചാൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഭാഗം അടയാളപ്പെടുകയാണ്. അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആദരാഞ്ജലി അർപ്പിക്കാം, വേണമെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാം, ഇവിടെ ഉണ്ട് ഞാൻ എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ നോക്കൂ, യുവത്വം നിഷ്ക്രിയമാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ ദുരന്തമുഖത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം കേരളത്തിലെ ചെറുപ്പക്കാരെയാണ്. കേരളത്തിന്റെ പ്രതീക്ഷ അതുകൊണ്ടാണ്. ഒരു ദുരന്തമുണ്ടായാൽ കേരളത്തിലെ യുവത്വം മുഴുവൻ ആ പ്രശ്നത്തിൽ, ആ വിഷയത്തിൽ ഓടിയെത്തുമെന്നുള്ളതിന്റെ വലിയ തെളിവാണ്. ഇവർക്കറിയില്ല ആരുടെ ഉപ്പയാണ്, ആരുടെ വാപ്പയാണ്, ആരുടെ അച്ഛനാണ്, ആരുടെ അമ്മയാണ്, ആരുടെ സഹോദരനാണ്. പക്ഷെ ഇവർ കരുതുന്നു ഇവരുടേതാണ്. ഇവർക്ക് അങ്ങനെ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാൽ അതുപോലെ ഭയഭക്തി ബഹുമാനത്തോടെ പോലീസിന്റെ സല്യൂട്ട്, മന്ത്രിമാരുൾപ്പെടെയുള്ള മുഴുവൻ ജനപ്രതിനിധികളുടെയും അന്തിമോപചാരം. ഈ നാളെ വന്ന് എന്റെ അച്ഛന്റെ മൃതശരീരം അനാഥമായി ആരുമില്ലാതെ കർമ്മം ചെയ്യാതെ കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊരാൾക്കും തോന്നില്ല. സർവമത പ്രാർത്ഥനയോടെ അത്രയും ഒരു മൃതശരീരത്തിനോട് ബഹുമാനം കാണിച്ച് ആദരവ് ജനകീയമാക്കി. ഇതിൽ ഒരുപാട് സംഘടനകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരുണ്ട്, ഇന്നലെ വരെ തർക്കിച്ചവരുണ്ട്, പരസ്പരം ആക്രമിച്ചവരുണ്ട്. പക്ഷെ ഈ ഘട്ടത്തിൽ മലയാളി ഒരു മനസ്സാണ്, അത് പ്രകടിപ്പിക്കുകയാണ്. 3.5 കോടി മലയാളിയുടെ ആദരാഞ്ജലികളാണ് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഈ വലിയ മിഷന്. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഗവൺമെന്റ് എന്നീ ദുരന്ത മുഖത്ത് ഞങ്ങൾ പറയുന്നത് ഭരണകക്ഷിയായ 99 പേരെ കുറിച്ചല്ല, ഭരണകക്ഷിയല്ലാത്തവർ കൂടിയ 140 പേരെ കുറിച്ചാണ്. അത് 3.5 കോടി മലയാളിക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓരോ മിനിറ്റിലും ഞങ്ങളോട് നിർദ്ദേശങ്ങൾ നൽകിയും പരിശോധിച്ചും കാര്യങ്ങൾ അന്വേഷിച്ചും ഒരു വിപുലമായ കോർഡിനേഷൻ, മന്ത്രിതല ഉപസമിതിയെ നിശ്ചയിച്ച് ഓരോ മിനിറ്റിലും എന്ത് തീരുമാനമെടുക്കണമോ ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ലോകത്തിന്റെ ഒരു ഘട്ടത്തിലും കാണാൻ കഴിയാത്ത അസാമാന്യമായ കേരളത്തിന്റെ ഒരു മോഡൽ ഇക്കാര്യത്തിലും ഞങ്ങൾ നടത്തുകയാണ്. ആ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രമകരമായിട്ടുള്ള ചില നടപടികൾ ഉണ്ടാകുന്നുണ്ട്. വളരെ ശ്രമകരമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റിക്കവറി ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഏറ്റവും നമുക്ക് പോകാൻ വേണ്ടി കഴിയാത്ത ഏറ്റവും ഉൾമേഖലകളിൽ കൂടി ഇന്ന് ഹെലി ലിഫ്റ്റിംഗിന്റെ, എയർ ലിഫ്റ്റിംഗിന്റെ ഭാഗമായിട്ട് ആളുകൾ പോയിട്ടുണ്ട്.